ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ചെമ്മീൻ തീയൽ തയ്യാറാക്കുന്ന റെസിപ്പിയാണ്. ആദ്യം നമുക്ക് ഈ തീയൽ തയ്യാറാക്കാനായിട്ട് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 30 ചെമ്മീൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു മീഡിയം സൈസിലുള്ള ചെമ്മീനാണ്. പിന്നെ വേണ്ടത് ചെറിയ ഉള്ളിയാണ്. ഏകദേശം ഒരു 20 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അതിങ്ങനെ 3-4 പീസായിട്ട് കട്ട് ചെയ്ത് വെക്കുക. തീയലിൽ കൂടുതൽ ചെറിയ ഉള്ളി ചേർത്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേണം, 4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 6 ടീസ്പൂൺ മല്ലിപ്പൊടി. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് തേങ്ങ വറുത്ത് പൊടിച്ചതാണ്. ഇത് ഞാൻ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുള്ളതാണ്. അതായത് ഒരു തേങ്ങ ചിരകിയതിൻ്റെ കൂടെ ഒരു 2 തണ്ട് കറിവേപ്പില ചേർത്തിട്ട് നല്ല ബ്രൗൺ നിറം ആവുന്നത് വരെ വറുത്ത് വയ്ക്കുക. എന്നിട്ടത് മിക്സിയിലിട്ട് പൊടിച്ച് വെക്കണം. ഒട്ടും തരിയില്ലാതെ നല്ലോണം പൊടിച്ച് വെക്കുക. അത് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു 3-4 മാസം വരെ കേടാകാതെ സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ തീയലോ അല്ലെങ്കിൽ ഈ വറുത്തരച്ച മീൻകറിയൊക്കെ തയ്യാറാക്കുമ്പോൾ അതിന് ആവശ്യമുള്ളത്ര എടുത്ത് അതിന് കറിയിലോട്ട് ഇട്ടാൽ മതി. നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ ഇത് ഞാൻ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ച ഈ തേങ്ങ വറുത്തതെന്നൊരു 2 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന ആരണാൽ നിന്നിങ്ങനെ കട്ടിയായിട്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്തോട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കിയിട്ട് വേണം നമ്മൾ കറിയിൽ ചേർക്കാനായിട്ട്. പിന്നെ എടുത്തിട്ടുള്ളത് ഒരു മീഡിയം സൈസിലുള്ള തക്കാളിയാണ്. തക്കാളി ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. പക്ഷേ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കടുക് വേണം, 1/4 ടീസ്പൂൺ ഉലുവ, പിന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള കുറച്ച് പുളി ഒരു 10 മിനിറ്റ് ചെറിയ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്നതാണ്. ഈ പുളി പിഴിഞ്ഞെടുത്ത വെള്ളമാണ് നമ്മൾ തീയലിലോട്ട് ചേർക്കുന്നത്. പുളിയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടം പോലെ അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കാം. പിന്നെ 2 പച്ചമുളക്, ആവശ്യത്തിന് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്, എണ്ണ. ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ചെമ്മീൻ തീയലിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്കിത് ചെയ്യാൻ തുടങ്ങാം. ഞാനൊരു മൺചട്ടിയിലാണ് ഈ തീയൽ വെക്കുന്നത്. സാധാരണ പാൻ ഉപയോഗിച്ചാലും മതി. ഇതിനകത്തേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം നാടൻ കറി ആയതുകൊണ്ട് വെളിച്ചെണ്ണ ഉപയോഗിച്ചാലാണ് ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ എണ്ണ ചൂടാകുമ്പോൾ അതിനകത്തേക്ക് കടുകും ഉലുവയും ചേർക്കാം. ഇനി കടുകും ഉലുവയും ഒന്ന് പൊട്ടി വന്നിട്ട് നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. കടുകും ഉലുവയും പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർക്കാം. അതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളകും കറിവേപ്പിലയും ചേർക്കാം. ഇനി ഈ ചെറിയ ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കണം. അത് ചെറുതായിട്ടൊന്ന് നിറം മാറി നല്ല സോഫ്റ്റായിട്ട് കുറച്ചൊന്ന് നിറം മാറി വരുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ചെറിയ ഉള്ളി ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതിനകത്തോട്ട് തക്കാളി ചേർക്കാം. ഒരു മീഡിയം സൈസിലുള്ള തക്കാളിയാണ്. ഇനി തക്കാളി ചെറുതായിട്ടൊന്ന് വെന്ത് വരുന്നത് വരെ വഴറ്റി കൊടുക്കാം. തക്കാളി ഒന്ന് വെന്തിട്ടുണ്ട്, ഒന്ന് വാടി വന്നിട്ടുണ്ട്. അത്രയും മതിയാവും. ഒത്തിരി വെന്തുടയും ഒന്നും വേണ്ട. ഇനി തീ നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം പൊടികൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ചേർക്കാം. ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. തീ കുറച്ച് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ പൊടികളുടെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് പുളി വെള്ളം ചേർക്കാം. ആ പുളി പിഴിഞ്ഞെടുത്ത വെള്ളമാണ്, അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലിനി ആവശ്യത്തിന് വെള്ളം ചേർക്കണം. ഒത്തിരി വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം ചെമ്മീൻ ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. നമുക്ക് ഈ ചെമ്മീൻ വേവുന്ന സമയത്ത് തന്നെ കറി നന്നായിട്ട് കുറുകി വരും വേണം. അപ്പോൾ ഒരുപാട് വെള്ളം ചേർക്കരുത്. ഞാൻ ഏകദേശം ഒരു 1.25 കപ്പ് വെള്ളമാണ് ചേർത്തത്. ഇതിൽ നമുക്കിനി തേങ്ങ വറുത്തത് ചേർക്കണം. അപ്പോൾ ചേർക്കുന്നതിന് മുമ്പ് ഇതിനകത്തോട്ട് കുറച്ച് ചൂടുവെള്ളം ചേർക്കാം. ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതായതുകൊണ്ട് കുറച്ച് കട്ടിക്കായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ചൂടുവെള്ളം ചേർത്തിട്ട് ഒന്ന് അലിയിച്ചിട്ട് വേണം ചേർക്കാനായിട്ട്. നിങ്ങൾ ഫ്രഷ് ആയിട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, നേരിട്ട് തന്നെ ചേർത്താൽ മതി. ഇതിനി നമുക്ക് തീയലിലോട്ട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഈ കറി ഒന്ന് തിളച്ചതിന് ശേഷമാണ് നമ്മൾ ഉപ്പും ചെമ്മീനും ചേർക്കുന്നത്. അപ്പോൾ ഇനി ഒന്ന് അടച്ചു വെച്ച് കറി തിളയ്ക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കറി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്.
ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്തിട്ട് ആദ്യം ഒന്ന് ഇളക്കണം. അതിന് ശേഷം വേണം ചെമ്മീൻ ചേർക്കാനായിട്ട്. വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർത്തു. ഇതിനി ചെമ്മീൻ വേവുന്നത് വരെ നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്യണം. ഒരു 10 മിനിറ്റ് മതി ചെമ്മീൻ വേവാനായിട്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ചെമ്മീൻ ഒത്തിരി നേരം വേവിച്ച് കഴിഞ്ഞാൽ അത് കട്ടിയായി പോവും. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇത് ഓഫ് ചെയ്യണം. അപ്പോഴത്തേക്കും കറി നന്നായിട്ട് കുറുകി വരും. അതുകൊണ്ടാണ് നമ്മൾ അധികം വെള്ളം ചേർക്കരുതെന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് 10 മിനിറ്റ് വേവിക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്താൽ മതി. ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ തീയൽ റെഡി ആയിട്ടുണ്ട്. എണ്ണയൊക്കെ നന്നായിട്ട് മുകളിൽ തെളിഞ്ഞ് വരും. കറിയും നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെ സെർവ് ചെയ്യാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. ഇതിനകത്ത് നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് അധികം എരിവ് ഉണ്ടാവത്തില്ല. എന്നാലും നിങ്ങളുടെ ഇഷ്ടം പോലെ ഈ പൊടികളുടെ അളവൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കാം. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.